ഇന്ന് പെരുന്നാളായിട്ട് അടിപൊളി വെട്ടുകേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യം വേണ്ട സാധനങ്ങൾ: 1 കിലോ മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, 200 ഗ്രാം റവ, പഞ്ചസാര ഒരു 300-400 ഗ്രാം മധുരം അനുസരിച്ച്, മുട്ട 7 എണ്ണം, ഏലക്ക 10 എണ്ണം, ബേക്കിംഗ് സോഡ 1/4 സ്പൂൺ, ഡാൽഡ അല്ലെങ്കിൽ RKG 100 ഗ്രാം, ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ള്, മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ കളറിന് വേണ്ടി. അപ്പോൾ ഇതിൽ പഞ്ചസാര മിക്സിയിലിട്ട് അടിച്ച് ഏലക്കയും കൂട്ടി അടിച്ചിട്ട് വേണം ഇതിനകത്ത് ചേർക്കാനായിട്ട്. എന്നിട്ട് അതിനകത്തേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. പിന്നെ മുട്ടയും അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതെല്ലാം ഇതിനകത്ത് ചേർത്ത് ബേക്കിംഗ് സോഡയും ചേർത്ത് RKG ഒക്കെ തിരുമ്മി ഇതിൽ കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത് ആവശ്യമെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം, വെള്ളം ചേർക്കരുത് ഇതിനകത്ത്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് നല്ല മയപ്പെടുത്തെടുത്ത് ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ടേബിൾ ടോപ്പിൽ ഇത്തിരി മൈദ തൂകിയിട്ട് അതിൻ്റെ പുറത്ത് ഇത് വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുത്ത് പുറത്ത് ഇത്തിരി കൂടെ മൈദയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സ്കെയിലോ ഇത് വെച്ചിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് എളുപ്പപ്പണിയായിട്ട് ചെയ്യുന്ന. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് എല്ലാം ഏതാണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. നീളത്തിൽ മാറ്റി ഇത് പെട്ടെന്ന് ചെയ്യാനുള്ള പണിയാണ് ഈ പറയുന്നത്. എന്നിട്ട് അത് നീളത്തിൽ അരിഞ്ഞ പീസ് എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഡയമണ്ട് കട്ടാക്കിയിട്ട് ഇതും പീസാക്കി മാറ്റാം. അതിനുശേഷം നമുക്കിത് അടുപ്പിൽ പാൻ വെച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്ന അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുത്ത് ആദ്യം തീയ ഓവറായിട്ട് വെക്കരുത്, അത് ഉള്ളിൽ വേകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ പതിയെ വേവിച്ചെടുക്കാം. അധികം കരിഞ്ഞു പോരുത്, കരിഞ്ഞ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ ഇതൊന്ന് ഇഷ്ടപ്പെട്ടാൽ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്സ് പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കേ.